അപ്പോൾ ഗൈസ് നമ്മുടെ പൂരം നല്ല അടിച്ചു പൊളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. ആദ്യം പൂമരം ഫ്രണ്ട്സിൻ്റെ മേളം കാണാൻ പോയിട്ടോ. പിന്നെ നേരെ മോസ്കോയുടെ പൂരത്തിൻ്റെ അവിടേക്കൊന്ന് പോയി. അപ്പോഴേക്കും യുവതാരയുടെ പൂരം മുക്കൂട്ടേക്ക് എത്തിയിട്ടാ. പിന്നെ നേരെ ന്യൂവേഴ്സിൻ്റെ കൂടെ ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ട് പൂരപ്പറമ്പിക്ക് പോയിട്ടാ. അപ്പം എൻ്റെ ഫ്രണ്ട് അന്ഹേന അവിടുന്ന് കണ്ടു കേട്ടോ. പിന്നെ ഓരോ കമ്മിറ്റികളുടെയും അമ്പലപ്പറമ്പിക്കുള്ള എൻട്രി ആയിരുന്നു കേട്ടോ. ഇത് ഞങ്ങളുടെ കുട്ടുബായി രാഹുലേട്ടനാണ് കേട്ടോ. ഞങ്ങൾ വീഡിയോസിൽ തീരെ കാണിക്കാറില്ല എന്ന് പറഞ്ഞിട്ട് രാഹുലേട്ടൻ എപ്പോഴും പരാതിയാണ്. അപ്പോൾ ആ പരാതി ഇന്നലെ മാറ്റി കൊടുത്തു കേട്ടോ. കൂട്ടെഴുന്നള്ളിപ്പിന് 3 ആനകളായിരുന്നു കേട്ടോ. 3 കുഞ്ഞന്മാര്, കൂട്ടത്തിൽ ഒരാൾ ഇത്തിരി പ്രശ്നക്കാരനായിരുന്നു കേട്ടോ. കൂട്ടെഴുന്നള്ളിപ്പ് കഴിഞ്ഞപ്പോഴേക്കും കാളികൾ വരാൻ തുടങ്ങിയിട്ടാ. ഉപാസനയ്ക്കും കാളികളായിരുന്നുകൊണ്ട് ഇപ്രാവശ്യം കുറേ കാളികൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ ധനീഷ് മാമൻ്റെ ഒരു വെറൈറ്റി സ്റ്റെപ്പാണ് കേട്ടോ. പിന്നെ പൊടിയും പറത്തിക്കൊണ്ട് യുവതാരയുടെ ഒരു 1.5 വരവായിരുന്നു കേട്ടോ. തീ തുപ്പുന്ന വേഷങ്ങളായിരുന്നു കേട്ടോ അവരുടെ. ചുറ്റും കൂടി നിന്ന ആൾക്കാരുടെ നടുവിൽ നിന്ന് തീ കൊണ്ട് ഒരുപാട് അഭ്യാസ പ്രകടനങ്ങൾ അവർ നടത്തിയിട്ടാ. സംഭവം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ പരിപാടി കാണുന്നത്. അവരെ കടന്നു പോയപ്പോഴേക്കും സ്റ്റാർ ഗേഗിൻ്റെ ശിങ്കാരിമേള എത്തി. ഏറ്റവും അവസാനത്തെ പരിപാടി ദർശനയുടെ വേഷങ്ങളായിരുന്നു കേട്ടോ. നല്ല ലൈറ്റൊക്കെ കത്തിച്ചിട്ടുള്ള സൂപ്പർ വേഷങ്ങൾ ഒക്കെ നല്ല കളർഫുള്ളായിരുന്നു കേട്ടോ. എനിക്ക് ആ വേഷങ്ങൾ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് ഞാൻ അവർക്കൊക്കെ പോയി ഷേക്കൻഡ് കൊടുത്തു കേട്ടോ. ഇടയിൽ പോയിട്ട് 1-2 കളിപ്പാട്ടം വാങ്ങിച്ചു കേട്ടോ. പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇക്കൊല്ലത്തെ അവസാനത്തെ കൊട്ടും കണ്ടു. അപ്പം നമ്മുടെ ഇക്കൊല്ലത്തെ പൂരം അടിപൊളിയായിട്ട് അവസാനിച്ചു കേട്ടോ. ബൈ ബൈ.